നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ SCRT 10 മിനിറ്റ് സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ 8ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9 ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 10ാമത്തെ ചാപ്റ്ററായ രാസമാറ്റങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം പഠിച്ച് SCRT പെട്ടെന്ന് തന്നെ കവർ ചെയ്യാനുള്ള ഒരു സീരീസാണിത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലേലിസ്റ്റിൽ പോയി ക്ലാസ്സുകളെല്ലാം കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പോയിൻ്റാണ്, ഏതിലാണ് പദാർത്ഥങ്ങളിലെ തന്മാത്രാ ക്രമീകരണം വ്യത്യാസപ്പെടുക എന്ന മാറ്റം സംഭവിക്കുന്നത്? തന്മാത്രാ ക്രമീകരണം വ്യത്യാസപ്പെടുന്നത് ഏത് മാറ്റത്തിലാണ്? ഭൗതിക മാറ്റത്തിലാണ് അല്ലേ. ഭൗതിക മാറ്റം ഒരു താൽക്കാലികമായ മാറ്റമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നമുക്ക് എന്തേ സംഭവിക്കുന്നുള്ളൂ? തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുക മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത പോയിന്റ്, ഏതിനാണ് പദാർത്ഥം പൂർണ്ണമായി പുതിയൊരു പദാർത്ഥമായി മാറുന്നത്? അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാവുന്നത് ഏത് മാറ്റത്തിലാണ്? രാസമാറ്റത്തിലാണ് എന്ന് ഓർമ്മിച്ച് വെക്കുക അല്ലേ. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നത് അതൊരു സ്ഥിരമായ മാറ്റമായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഭൗതിക മാറ്റത്തിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിപ്പോൾ മരത്തടി കൊണ്ട് നമ്മൾ പല സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട് അല്ലേ. അത് താൽക്കാലികമായ ഒരു മാറ്റം മാത്രമാണ്. അതിനെ വീണ്ടും നമുക്ക് മരത്തിനെ കൊണ്ടുള്ള വേറൊരു ഐറ്റമാക്കി മരമായി തന്നെ നമുക്ക് മാറ്റാം അല്ലേ. അതുപോലെ രാസമാറ്റം എന്ന് വെച്ചാൽ എന്താണ്? സ്ഥിരമായ മാറ്റമാണ്. ഇപ്പോൾ വിറക് കത്തിക്കുന്നു അല്ലേ. വിറക് കത്തിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ചാരമാണ് ഉണ്ടാവുക. ആ ചാരത്തിനെ നമുക്ക് വീണ്ടും വിറകാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ തന്മാത്രകൾ പുതിയൊരു വസ്തുവായി മാറുകയാണ്, ചാരമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് രാസമാറ്റം. രാസമാറ്റം ഒരു സ്ഥിരമായ മാറ്റമാണ് എന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന സംയുക്തം ഏതാണ്? മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് അല്ലേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്നത് ഏതൊക്കെയാണ് ഉണ്ടാവുക? പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡൈ ഓക്സൈഡ്, പിന്നെ ഓക്സിജനും ഉണ്ടാവും. പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡൈ ഓക്സൈഡും ഓക്സിജനും ഉണ്ടാവുമെന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് താപാകിരണ പ്രവർത്തനങ്ങൾ. അത് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാലോ. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനം ഏത്? ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. അപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡൊക്കെ സസ്യങ്ങൾ വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറത്തു വിടുകയും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ എന്ത് നിലനിൽക്കുന്നത്? ജീവൻ നിലനിൽക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനം ഏതാണ്? പ്രകാശ സംശ്ലേഷണം. നെക്സ്റ്റ് പോയിന്റ്, പ്രകാശ സംശ്ലേഷണത്തിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പ്രകാശം ആഗിരണം ചെയ്തിട്ടാണ് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് പഠിച്ചു വെക്കുക. അടുത്ത പോയിന്റ്, ജലവും കാർബൺ ഡൈ ഓക്സൈഡും പ്രകാശവും ചേർന്നാൽ ഉണ്ടാകുന്നത് എന്താണ് ഉണ്ടാവുക? ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാവും അല്ലേ. ജലവും കാർബൺ ഡൈ ഓക്സൈഡും പ്രകാശവും ചേർന്നാൽ ഓക്സിജനും ഗ്ലൂക്കോസുമാണ് ഉണ്ടാവുക. അപ്പോൾ ഗ്ലൂക്കോസ് തന്മാത്രയുടെ രാസസൂത്രം എന്താണ്? ഇത് കൃത്യമായി പഠിച്ചു വെക്കണം. C6H12O6. എന്താണ് ഗ്ലൂക്കോസ് തന്മാത്രയുടെ രാസസൂത്രം? C6H12O6. സസ്യങ്ങൾ അന്നജവും മറ്റുമായി സംഭരിക്കുന്നത് എന്തിനെയാണ്? ഗ്ലൂക്കോസിനെയാണ് അല്ലേ. ഗ്ലൂക്കോസിനെയാണ് സസ്യങ്ങൾ അന്നജമായി സംഭരിക്കുന്നത്. പ്രകൃതിയിലെ ആഹാര നിർമ്മാണശാലകൾ എന്നറിയപ്പെടുന്നത് ഇലകളാണ്. പ്രകൃതിയിലെ ആഹാര നിർമ്മാണശാലകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഇലകളാണ്. ഹരിതകണം അല്ലേ. ഹരിതകണമാണ് സസ്യങ്ങളിലെ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ആരാണ്? ഹരിതകണമാണ് എന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ ഏത് വസ്തു ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോഴാണ് പ്രകാശോർജം ഉണ്ടാവുന്നത്? ഏതാണ്? ലൂസിഫറിൻ എന്ന വസ്തു അല്ലേ. ലൂസിഫറിൻ എന്ന വസ്തുവാണ് ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ പ്രകാശോർജം ഉണ്ടാകുന്നത്. മിന്നാമിനുങ്ങ് നല്ല മിനുങ്ങുന്നത് നമ്മൾ രാത്രി കാണാറുണ്ട് അല്ലേ, മിന്നിത്തിളങ്ങുന്നത്. എന്തുകൊണ്ടാണത്? ഈ ലൂസിഫറിൻ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് മിന്നാമിനുങ്ങ് ഇങ്ങനെ
പ്രകാശോർജ്ജം ഉണ്ടാക്കുന്നത്. അടുത്ത ചോദ്യം, ബയോലുമിനിസെൻസിൻ്റെ ഫലമായി ഉത്സർജിക്കപ്പെടുന്ന ഊർജത്തിൻ്റെ എത്ര ശതമാനമാണ് പ്രകാശോർജ്ജം? ഊർജത്തിൻ്റെ 95% പ്രകാശോർജ്ജം. മിന്നാമിനുങ്ങി മിന്നുമ്പോൾ ചൂട് അനുഭവപ്പെടാത്തതിന് കാരണം ബയോലുമിനിസെൻസ് വഴി ഉത്സർജിക്കപ്പെടുന്ന ഊർജത്തിൻ്റെ 95% പ്രകാശോർജ്ജമായി മാറുന്നതിനാലാണ് അല്ലേ. 95% പ്രകാശോർജ്ജമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ 5% മാത്രമല്ലേ ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് മിന്നുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടാത്തത്. അടുത്ത ചോദ്യം, പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുമ്പോൾ സിൽവർ ബ്രോമൈഡ് വിഘടിക്കുന്നതിൻ്റെ ഫലമായി അവക്ഷിപ്തപ്പെടുന്നത് എന്താണ്? സിൽവറാണ് അല്ലേ, വെള്ളി സിൽവറാണ്. പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുമ്പോൾ സിൽവർ ബ്രോമൈഡ് വിഘടിച്ചാൽ എന്താണ് ബാക്കിയാവുക? സിൽവറാണ് ബാക്കിയാവുക. പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനമാണ് പ്രകാശരാസപ്രവർത്തനങ്ങൾ. പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനമാണ് എന്ത്? പ്രകാശരാസപ്രവർത്തനങ്ങൾ. അടുത്ത ചോദ്യം, വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങൾ ഏതാണ്? ഇലക്ട്രോലൈറ്റുകളാണ്. ഇനി ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് അല്ലേ, ഇതെല്ലാം എന്താണ്? ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണമാണ്. സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്. അടുത്ത പോയിന്റ്, ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനികളിലും ഇലക്ട്രോലൈറ്റുകളായ പദാർത്ഥങ്ങൾക്ക് ഉദാഹരണം ഏത്? ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനികളിലും ഇലക്ട്രോലൈറ്റുകളായ പദാർത്ഥങ്ങളാണ് ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ. ആസിഡുകളും ആൽക്കലികളും ലവണങ്ങളും. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകളാണ് ഇലക്ട്രോഡുകൾ. എന്താണ്? ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകളാണ് ഇലക്ട്രോഡുകൾ. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത രാസസെല്ലുകൾ. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത രാസസെല്ലുകൾ. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താ പറയുക? വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്നാണ് പറയുക. ലോഹവസ്തുക്കളിൽ മറ്റ് ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം. ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം അല്ലേ. നമ്മൾ ഈ മാലയൊക്കെ സ്വർണത്തിൻ്റെ ഗോൾഡിൻ്റെ ഒക്കെ ഇമിറ്റേഷൻ ഗോൾഡ് മാലയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ ആ ഗോൾഡ് പ്ലേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ വൈദ്യുത ലേപനം വഴിയാണ്. ഊർജം ആഗിരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് ഊർജ ആഗിരണ രാസപ്രവർത്തനങ്ങൾ. ഊർജം ആഗിരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എന്താ പറയുക? ഊർജ ആഗിരണ രാസപ്രവർത്തനങ്ങൾ എന്നാണ് പറയുക. ഊർജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളോ? ഊർജമോചക പ്രവർത്തനങ്ങൾ. അടുത്തത്, വ്യാപകമായി ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകളാണ് സെല്ലുകൾ. വ്യാപകമായി ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകൾ ഏതാണ്? സെല്ലുകളാണ് അല്ലേ. ഇനി നമുക്ക് എന്തൊക്കെ വിധത്തിലുള്ള സെല്ലുകളാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിക്കാം. അപ്പോൾ ഡ്രൈ സെല്ലാണെങ്കിൽ ഏത് ഉപകരണത്തിലാണ് ഉപയോഗിക്കുക? റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ അല്ലേ, ഇതിലൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഡ്രൈ സെല്ലാണ് ഉപയോഗിക്കുക. ഇനി മെർക്കുറി സെല്ലാണെങ്കിലോ വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? മെർക്കുറി സെല്ലാണ് ഉപയോഗിക്കുക. ഇനി അടുത്തത് നിക്കൽ കാഡ്മിയം സെൽ, റീചാർജ് ചെയ്യാവുന്ന ടോർച്ച് അല്ലേ, നമ്മൾ റീചാർജ് ചെയ്യുന്ന ടോർച്ച് ഉണ്ട്. അതുപോലെ തന്നെ ക്യാമറകളുണ്ട്, അതിലൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുക? നിക്കൽ കാഡ്മിയം സെല്ലാണ് ഉപയോഗിക്കുക. അടുത്തത് ലിഥിയം അയോൺ സെൽ, എന്തിനാണ് ഉപയോഗിക്കുക? മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിഥിയം അയോൺ സെല്ല് ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലുമാണ് എന്ന് പഠിച്ചു വെക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രാസമാറ്റങ്ങൾ എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോട്ട്സൊക്കെ വേണ്ടവർ നോട്ട്സായി തന്നെ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. SSCRT 10 മിനിറ്റ് സീരീസിൽ നമുക്കിങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയത് കാര്യങ്ങൾ മാത്രം പഠിച്ച് SSCRT പെട്ടെന്ന് തന്നെ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷനും അപ്പം തന്നെ ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്തേ മതിയാവൂ. ഈ പാഠഭാഗത്തിലെ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. PSC പള്ളിക്കൂടത്തിൻ്റെ ചാനലിൽ LP UP സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളും ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൃത്യമായി കണ്ടു പഠിക്കുക. LP UP എഴുതുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്